കേരളത്തിൽ ഇവിടെയുള്ള എല്ലാ റോഡുകളും നന്നാക്കാനുള്ള സാമ്പത്തികം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് ഇതാ ഞങ്ങള് ഇന്നൊരു നല്ലൊരു യാത്രയിലാണ്. നിലമ്പൂരിലെ മനോഹരമായ സ്ഥലമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ആരൊക്കെയാണ് ഉള്ളത്? വാ, ഇതാരൊക്കെയാണ്? കണ്ടോ, ഇതാരാണ്? പേര് പറഞ്ഞേ. ഇതാരാ? അബിഗേലുണ്ട്, ബെനീറ്റയുണ്ട്, ജോനാഥാനുണ്ട്, ഷെർവിൻ, മെരിയുണ്ട്, മിനയുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാരാന്ന്? ഇതാണ് എന്റെ 5ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ മക്കളാണ്. ഞങ്ങൾ ഇന്ന് ഒരു മിഷൻ ട്രിപ്പാണ്. എവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന്? സസ്പെൻസ് അല്ലേ? ഒരു സസ്പെൻസ് ആണ്. നിങ്ങൾ യാത്ര കണ്ടോളൂ. നിലമ്പൂരിലെ ഒരു സ്ഥലത്താണ് ഞങ്ങള്. മനോഹരമായ സ്ഥലമാണ്. എൻ്റെ മക്കളും ഒത്ത് ഞങ്ങളെല്ലാവരും കൂടി കണ്ട ഈ കോലുമുട്ടായി 6 വയലേറിയ ഷെർവിന് മിഷൻ ട്രിപ്പിന് പോവാണ്. മിഠായി ഒക്കെ തിന്ന് ഇന്ന് ഞങ്ങളെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങളിങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾ കാണുക. കണ്ട, മിനയുണ്ട്, നിരിയുണ്ട്, അവരൊക്കെ അടിച്ച് പൊളിച്ച്. ഇത് 5ാം ക്ലാസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവുകയാണ്. നിങ്ങൾ കാണാം. ഓക്കെ. നിലമ്പൂരിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം അല്ലേ? കണ്ടോ, മരങ്ങളൊക്കെ കണ്ടോ? നമ്മളീ മരങ്ങൾ കണ്ടോ? നല്ല സൂപ്പർ സ്ഥലമാണ്. എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് അവരവരുടെ വീട്ടിൽ പോയി വണ്ടിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പോണത്. കണ്ടോ, ഏറ്റവും സുന്ദരമായ സ്ഥലമാണിത്. ഇവിടെ എന്തൊക്കെ ഇടയുള്ളത്? അപ്പം അന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മളീ വൃത്തിക്ക് അങ്ങനെ എടുക്കാം. ഉണ്ടല്ലേ? കണ്ടോ കണ്ടോ, നിയമങ്ങൾ ലംഘിച്ച് വരുന്ന ബസ്സുകാരനെ കണ്ടോ? കണ്ടോ, ഓരോരുത്തർ നിയമം ലംഘിച്ച് പോകുന്നുണ്ടോ? ഓവർടേക്ക് കണ്ടോ? ഈ ചുറ്റുപാടുമുള്ള കടകൾ കണ്ടോ? ഏറ്റവും ഭംഗിയാണ് ഈ വഴിയോര കാഴ്ചകൾ അല്ലേ? ഇവിടെ നല്ല കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം. ഇവിടെ അങ്ങോട്ട് ആനയുടെ ഫോട്ടോ. എല്ലാരും മുട്ടായി ബെനിറ്റെന്നോ? സിഞ്ചു ആന്റി നിങ്ങൾക്കൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അത് സസ്പെൻസാ. നിങ്ങളുടെ മുട്ടായി കഴിയട്ടെ. കണ്ടോ, അങ്ങനെ നിലമ്പൂരിലെ ഭംഗിയേറിയ ഒരു സ്ഥലം കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് ഏത് സ്ഥലം നിങ്ങൾക്ക് അറിയാമോ? ഇനി നമ്മൾ പോകുന്ന ഏത് ജംഗ്ഷനിലാണ്? നിലമ്പൂരിൽ എത്തുന്നതിന് മുമ്പ് ഒരു ജംഗ്ഷൻ. പറഞ്ഞു. കോടതിപ്പടി. ആദ്യം പറഞ്ഞാരാ? ആരാണ്? മിനിയേക്ക് ഒരു പോയിന്റ്. ഞാൻ ചോദിക്കുന്ന സ്ഥലം പറയണം കേട്ടോ. ഒരു സ്റ്റാർ. മിനിയേക്ക് ഒരു സ്റ്റാർ. കോടതിപ്പടി എത്തി. കോടതിപ്പടി എത്തി. ഈ പെട്രോൾ പമ്പിന്റെ പേര് പറയാമോ? ആദ്യം പറ. ആരാ? ഒരു പോയിന്റ്. വിനയിക്ക് ഒരു പോയിന്റ്. വായിക്കണം. വായിക്കാൻ അറിയാം. ഞാൻ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു ജംഗ്ഷനിലെത്തി. കോടതിപ്പടി. അവിടുന്ന് നമ്മൾ എങ്ങോട്ട് പോകും? വലത്തോട്ടോ ഇടത്തോട്ടോ? വലത്തോട്ട്. അതെ. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ വണ്ടികളെല്ലാം നിർത്തി തരും. നമ്മൾ പതുക്കെ. ചിലവര് നിർത്തി തരത്തില്ല. ഓക്കെ. അങ്ങനെ നമ്മൾ കോടതിപ്പടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോവുകയാണ്. ക്യാമറ
കണ്ടോ? ഇപ്പോൾ ഒരു സ്റ്റാൻഡ് എത്തി. ആ സ്റ്റാൻഡിന്റെ പേരെന്താണ്? ഏത് ബസ് സ്റ്റാൻഡ്? KSRTC സ്റ്റാൻഡ്. അബിഗേലിന് 2 പോയിന്റ്. ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട്. ഞാൻ ചോദിക്കും, നിങ്ങൾ പോകുമ്പോ റോഡുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവണം. ഇനി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ഹോട്ടൽ. ഇവിടെ എന്താണ്? അല്ല, നിങ്ങൾക്ക് ഹോട്ടലിനെ കുറിച്ചേ ചിന്തയുള്ളൂ. അല്ല, ഇതാ അങ്ങോട്ട് കാണിച്ച അബികേലെ. കോടതി. ഇത് കണ്ടോ? കോടതി. നിലമ്പൂരിലുള്ള പ്രധാന സ്ഥലം കണ്ടോ? കോടതി. കോടതി എന്തിനാണ്? കേസ്. നമുക്ക് എന്തെങ്കിലും കുറ്റകരങ്ങൾ. ഇവിടെ ഒരു കോടതി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇത് കോടതി പണിയുന്നത്. കേസ് വാദിച്ചു എന്ന് പറഞ്ഞാണ്. ഇവിടെ കണ്ടോ? നമ്മൾ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്നത് എവിടെയാണെന്നറിയോ? KSEB. ഇവിടെ അല്ലടാ, അത് ഇവരിവിടെ ബോർഡ് വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ പോയി നമ്മളീ പോസ് ചെയ്തോ? ഇപ്പൊ കണ്ടോ ഈ ജംഗ്ഷൻ കണ്ടോ? ഇവിടുന്ന് താഴോട്ട് ആരുടെ വീട്ടിലേക്ക് പോകും? സിഞ്ചു ആന്റിന്റെ വീട്ടിലേക്ക്. ഇങ്ങനെ വളഞ്ഞു പോയി നമ്മൾ എങ്ങോട്ട് പോകും? അബിഗേലിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക് ഇങ്ങനെ പോകുമ്പോ അബിഗേലിന്റെ വീട്, ജോർജ് കുട്ടിച്ചാന്റെ വീട് കണ്ടോ നമ്മുടെ സഭയില്? അബിഗേലിന്റെ വീട് കാണാം, അബിഗേലിന്റെ കൊട്ടാരം കാണാം. എന്നിട്ട് സസ്പെൻസ് ആണ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറയണ്ട കേട്ടോ, നമ്മുടെ വ്യൂവേഴ്സിന്. അബിഗേലിന്റെ വീട് കണ്ടോ? ഇതാണ് ഗൈസ് അബിഗേലിന്റെ വീട് മുമ്പിലുണ്ട്. അതെ. നീ നേരെ നമ്മൾ പോകും. നമ്മുടെ മിഷൻ ട്രിപ്പ് എങ്ങോട്ടാന്ന് ഇതുവരെ നമ്മുടെ ഓഡിയൻസിനോട് പറഞ്ഞിട്ടില്ല. അത് സസ്പെൻസ് ആണ്. അത് അവിടെ ചെന്നുമ്പോ കണ്ടാ മതി അല്ലേ? ഹലോ, ഇതാണ് നമ്മുടെ അബിഗേൽ പഠിച്ച സ്കൂള്. ഗുഡ് ഹോപ്പ് കണ്ടോ? ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഹലോ ഗൈസ്, അപ്പൊ എല്ലാരും പോവാണ്. എന്നെ മാത്രം പുറകിൽ ഒറ്റപ്പെടുത്തിട്ട് പോവാണ് എല്ലാവരും. നമ്മൾ നടന്നു പോന്നേ പറയൂ. ഈ റോഡ് എന്തൊരു മോശമാണ്. നമുക്ക് ഈ റോഡ് കണ്ടു. അങ്ങനെ ഞങ്ങൾ നടന്നു പോവാണ്. വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് കണ്ടോ? കേരളത്തിലെ റോഡാണ് കണ്ടോ? ഇവിടെ അടിപൊളിയാണ് നിലമ്പൂര്. പക്ഷെ ഈ റോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? പറയൂ. കുഴിയാണ് അല്ലേ? അതെ. ഉറവ വെള്ളോ? ഇത് ഉറവെള്ള. ഇതിനകത്ത് വെള്ളം വരുമ്പോ നമ്മള് കുഴി പിള്ളേരുടെ ദേഹത്തോട്ട് വണ്ടി വരുമ്പോഴാവൂലേ. അപ്പൊ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഭരണാധികാരികളോട്? ഇത് കേരളത്തില് ഇവിടെയുള്ള എല്ലാ റോഡുകളും നന്നാക്കാനുള്ള സാമ്പത്തികം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. കണ്ടോ? പറയുന്നുണ്ടോ? ലെവലാക്കണം. കണ്ടോ? 2 പേര് പോകുന്ന കണ്ടോ റോട്ടിൽ കൂടെ? അങ്ങനെ ഞങ്ങളുടെ മിഷൻ ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുക. എവിടേക്കാണ് പോകുന്നതെന്നുള്ള ഇപ്പോഴും നമ്മൾ എന്താണ് പറഞ്ഞിട്ടില്ല. നമ്മളൊരു അടിപൊളി സ്ഥലം കാണാൻ പോവാണ്. സ്ഥലമല്ല അല്ലേ? എനിക്കിപ്പോ മുട്ടായി വേണ്ട, പിന്നെ കഴിക്കാം. ബാഗ് പിടിക്കണോ? അങ്ങതാ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് പോവാണ്. അതെ. അവരണ്ടി പോയ അണ്ണാനിനെ പോലെ പോവാണ്. എന്തോ അടി അങ്ങനൊക്കെ പറയുന്ന അതൊരു ചൊല്ലാണ്. അതൊരു ചൊല്ല. ഇതാണ് പഴയ. നിങ്ങളോട് അവിടെ അല്ലെങ്കിൽ കൂട്ട അവിടെ നിക്കടി പറഞ്ഞ അഞ്ചരയാവും. അപ്പൊ ഗൈസ് ഞാൻ പോവാണ്. നമ്മൾ പോവാണ്. എന്റെ കുഴിയൊക്കെ ഒന്ന് നോക്കണേ. സിഞ്ചാലി ആ വഴി കൂടെ പോന്നു, പിള്ളേരെല്ലാം ഈ വഴി കൂടെ പോന്നു, ഞാൻ ഈ വഴി കൂടെ പോന്നു. എന്നെ കൂടി ഒന്ന് നോക്കണം കേട്ടോ. നമ്മുടെ ക്യാമറകളിനെ നോക്കണേ. കുറച്ച് മുമ്പിൽ കയറണം. നല്ലത്. നല്ല അടിപൊളി റോഡാണ് ഗൈസ്.
നല്ല കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലം. പിന്നീട് എല്ലാവരും സൈഡിലോട്ട് വെക്കാൻ വേണ്ടിയായിരുന്നു. സൈഡ് കൊടുത്തേ. ഇവിടെ അങ്ങോട്ട് റബ്ബറാണ്, ഇവിടെ കുറെ വീട് കണ്ട. ഇത് നേഴ്സറി അല്ലേ? ഇവിടെ ഒരു അടിപൊളി നല്ല രസമുള്ള പെയിന്റ് ചെയ്ത വീടുണ്ട്. അവിടെ ഇതിനകത്ത് ഈ മരം നല്ല രസമുണ്ടല്ലേ, നല്ലൊരു മഞ്ഞ മരം. ആരും നോക്കട്ടെ, അടിപൊളി. ഒരു പട്ടി കിടക്കുന്നുണ്ടോ എവിടെ? നടന്നുള്ള മിഷൻ ട്രിപ്പാണ്. റോഡുകളൊന്നും ശരിയല്ലാത്തതുകൊണ്ട് നടന്നുള്ള മിഷൻ ട്രിപ്പാണ്. ആണോ? എന്തിനാടി ചെവി വെക്കുന്നേ? ഈ ചെമ്പരത്തിപ്പൂ ഇങ്ങോട്ട് നോക്കി വെക്കളെ. ചെമ്പരത്തിപ്പൂ ചെവി വെക്കുന്ന ആരാന്നറിയോ? ആർക്കെങ്കിലും അറിയോ? ഉണ്ടോ? ഭ്രാന്ത് പിടിച്ചവരെ ചെമ്പരത്തി. അങ്ങനെയാണ് സിമ്പിള്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൂത്രം വേണം. എന്താ? അത് കഴിച്ചു കഴിഞ്ഞിട്ട് തരാം. ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കൂട്ടത്തിൽ ശാന്തനായ ഒരു വ്യക്തി ഉണ്ടല്ലോ. ജോനുവിൻ്റെ കൊടുക്കാം. ജോന് കൊടുത്തേ. കൊടുക്ക്. എല്ലാവർക്കും കൊടുക്ക്. അതെ, പാവം ജോനു. ആണോ? എന്നിട്ട് നമുക്ക് കൊണ്ടു തന്നില്ലല്ലോ. തീർന്നോ? കൊടുക്ക്. എന്തുറ്റി? ആണ്ട് പിന്നെ തികഞ്ഞില്ലേ? ജോനുവിന് ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നുണ്ട്. ഇത് പൊട്ടിക്ക്. എടുത്തോ, അത് കളഞ്ഞോ. അത് തികഞ്ഞില്ലേ? ജോനു ഒരെണ്ണം എടുക്ക്, ബാക്കി നമുക്ക് പിന്നെ തിരിച്ചു വരുമ്പോ എടുക്കാം. ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി വീണ്ടും വീതം വെക്കുമ്പോ തികഞ്ഞില്ലെങ്കിലോ? അടി അടി അടി. വിഴുങ്ങാനോ? എന്ത്? ചുയിങ്കം എന്ന് വിഴുങ്ങരുത് കേട്ടോ. ആണോ? പുഴ. നീ എന്താ പുഴ കാണാത്ത പോലുണ്ടോ? പുഴയുടെ സൈഡ് ജീവിക്കുന്നതാണ്. ആണ്ട ഇതിലെ കൂടിയോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം. ഇപ്പോഴും നമ്മൾ എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഒക്കെ സസ്പെൻസ് ആണ്. ചൂയിങ്ക ആരും ഇറക്കരുത് കേട്ടോ. ഇന്ത്യൻ അല്ല. ആണോ? ആണോ? യു കെ കിട്ടും. വേറെ അതെ. അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ മിഷൻ ട്രിപ്പ് എവിടെയാണെന്നുള്ളത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്ലൂ കൊടുക്കാം അല്ലേ? നമുക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ക്ലൂ കൊടുക്കാം അല്ലേ ഷെർവിനെ? എവിടെ പട്ടി? നിങ്ങൾ ഈ ഒച്ചയും ബഹളം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ നാട്ടിലെ പട്ടിയെല്ലാം ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ദാണ്ടേ ആരാണ്ടൊക്കെയോ വരുന്നുണ്ടേ. 5ാം ക്ലാസ്സിലെ പിള്ളേരാന്ന് തോന്നുന്നു. സിഞ്ചു ടീച്ചറിൻ്റെ പിള്ളേർ വരുന്നുണ്ടേ. അയ്യോ പിള്ളേരാ? ദാണ്ട് നിങ്ങളെ കണ്ടോടെ. അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ.
ഏ കണ്ടോ കറക്റ്റ് ഷെർവിനെ നിന്നെയാ നോക്കുന്നേ. ആണോ? അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിഷൻ ട്രിപ്പ് ജസ്റ്റ് ഒരു ക്ലൂ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നീലും നമ്മുടെ റോഡുകളൊക്കെ നന്നാക്കാൻ പറയണം അല്ലേ? നമ്മുടെ സ്ഥലം ഇതാണ്. അങ്ങ് അവിടെ റോഡ് ശരിയല്ലേ ചേച്ചി? അവിടെ ഞങ്ങളെല്ലാം അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയില്ലേ? അപ്പോൾ ഇവിടെ വന്നേ, ഏത് സ്ഥലമാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മളെവിടെയാണ് വന്നിരിക്കുന്നത്? ചട്ടി കലമൊക്കെ ഉണ്ടാക്കുന്നത്. അതിനെന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? കുശവൻ്റെ ആലയിലേക്ക്. അപ്പം നമുക്ക് കുശവൻ്റെ ആലയിൽ ചെന്നിട്ട് അല്ലേ ജോനോ? എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കച്ചല്? വാ അടിപൊളിയല്ലേ? എന്ത് ഒന്നും തട്ടല്ലേ, കാലൊന്നും തട്ടരുത് കേട്ടോ. കണ്ടോ ചട്ടിയൊക്കെ കണ്ടോ? ആദ്യം ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് കണ്ടോ? അതാ ഞാൻ പറഞ്ഞ ചക്രം. ചാടി കയറി പോവല്ലേ, ഒന്നും തട്ടല്ലേ. കണ്ടോ ചക്രം? ഇതിൽ കൂടെ പോയിക്കോ, സൈഡിൽ കൂടെ പോയിക്കോ. മക്കള് വാ, ചെരുപ്പ് അഴിച്ചിട്. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബാഗും ചെരുപ്പൊക്കെ അവിടെ വെക്കുക. ചെരുപ്പ് അഴിച്ചിട്. എല്ലാവരുടെയും ചെരുപ്പ് അവിടെ വെക്ക്. ബാഗ് തോളത്തിട്ടോ, ചെരുപ്പ് അഴിച്ചിട്. ഓക്കെ, ചെരുപ്പ് ഉരിയരൊക്കെ വരി വരിയായിട്ട് പോയിക്കോ. അവിടെ പോയി ചക്രം പോയി കണ്ടോ ഉണ്ടാക്കുന്നത്. കണ്ടോ? കണ്ടോ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് ഇവിടെ. കണ്ടോ ചെയ്യുന്നത്? ഇവിടെ കണ്ടോ? അവിടെ ചെയ്യുന്നുണ്ടോ? ഞങ്ങളെ പള്ളിയിലെ ബൈബിളിലുണ്ട് ഈ കലം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സൺഡേ സ്കൂളിലെ മക്കളാണ്, എൻ്റെ 5ാം ക്ലാസ്സിലെ മക്കളാണ് ഇവരൊക്കെ. അപ്പോൾ അവർക്കിത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. കണ്ടോ, ഇങ്ങ് വന്നേ, ചേട്ടൻ പറയുന്ന കേക്ക് കേട്ടോ. ആദ്യത്തെ പ്രോസസ്സിങ് എങ്ങനെയാ പറഞ്ഞു തരും. എവിടെ? ഇത് കണ്ടോ, നിങ്ങൾ വന്നേ. ആദ്യം കണ്ടോ, ആദ്യത്തെ പ്രോസസ്സിങ് എന്താ പറഞ്ഞാൽ മനസ്സിലായോ? കല്ലും മണ്ണും അരച്ചെടുക്കുന്ന മിഷൻ, അത് മൂടിയിട്ടേക്ക്. കണ്ടോ ആ മിഷൻ? ഇങ്ങോട്ടൊക്കെ കണ്ടോ മിഷൻ എവിടെ? എന്നിട്ട് ഇത് രണ്ടാമത്തെ പ്രോസസ്സിങ്. ഇത് രണ്ടാമത്തെ അല്ലേ? ആദ്യത്തെ പ്രോസസ്സിങ് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം എന്താ? രണ്ടാമത്തെ പ്രോസസ്സിങ് ആണ് ഇത്. മൂന്നാമത്തെ പ്രോസസ്സിങ് ഇതാണോ? ഇതെന്താ ചെയ്യുന്നേ? കല്ലുമുട്ടി ഉപയോഗിച്ച് അടിച്ച് പിന്നെ അതിന് പിന്നെ ചുമന്ന മണ്ണ് തേക്കും. എന്നിട്ട് ഇതിപ്പോ എത്രാമത്തെ ഓരോ ഘട്ടങ്ങൾ വെച്ചിരിക്കുന്നല്ലേ? ഇതൊക്കെ ചെയ്യാനുള്ളാവും അല്ലേ?
ഹോളായത്. അയ്യോ നടന്നു വന്ന് കുഴങ്ങി. ഞങ്ങൾ വണ്ടി അവിടെ ഇട്ടിരിക്കായിരുന്നു. റോഡ് നല്ലതല്ലല്ലോ, അവർ നടന്ന്. ആ കണ്ടോ, അതാണ് ഈ ചേട്ടൻ ചെയ്യുന്നു പറഞ്ഞ. ഓ ബൈബിളിലേ പറഞ്ഞിട്ടുണ്ട്, കുശവന്റെ ആലയിൽ പോയിട്ട് എങ്ങനെ നിങ്ങളത് ചെന്ന് കണ്ട് പഠിക്കണം. ഇതേപോലെയാണ്. നിങ്ങൾ ആദ്യം തന്നെ ഒരു ഷേപ്പ് കിട്ടിയില്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഷേപ്പ് വരില്ലല്ലോ, ചിലപ്പോൾ അത് ചീത്തയായി പോവില്ലേ. അപ്പോൾ പിന്നെയും പരിശ്രമിച്ച് ഉദ്ദേശിച്ച ഷേപ്പിലാക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഓരോ ഉദ്ദേശം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ചില സ്വഭാവങ്ങൾ അതൊക്കെ ഇല്ലേ, മോശ സ്വഭാവങ്ങളൊക്കെ മാറ്റി നമ്മളെ നല്ല ഷേപ്പാക്കി എടുക്കും, നല്ല മനുഷ്യനാക്കി എടുക്കും. അതിൻ്റെ ഉദാഹരണമാണ് കുശവൻ്റെ ആലയിൽ പോയിട്ട് അപ്പോൾ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനാ. ഇവർക്ക് കുശവൻ ആരാ, ആല എന്താ, ചട്ടി ഏതാ ഒന്നും അറിയില്ല. അതിന് ഇവർ വന്നതാ. ഇപ്പം മനസ്സിലായോ? ഇങ്ങോട്ട് വയ്ക്കേ. ആ ചേട്ടൻ കണ്ടോ അടിക്കുന്ന കണ്ടോ, ആ ചട്ടി ഇതേപോലെ ദൈവം നമ്മളെ ഇങ്ങനെ മെരുക്കിയെടുക്കും. എന്ത് അടിച്ചടിച്ച് ശരിയാക്കും അല്ലേ. ചുമന്ന മണ്ണ് തേക്കുന്ന നിങ്ങൾ കണ്ടോ, നല്ല മിനുക്കുക നമ്മളെ ദൈവം. ഇനി ദൈവം തമ്പുരാൻ നമ്മളെ നല്ല ഒരു ഇതാക്കി എടുത്താലും ഒരു നല്ലൊരു ഫിനിഷിങ് എത്തിക്കൂലേ. ചുമന്ന മണ്ണൊക്കെ തേക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഭംഗിയാവില്ലേ. ഇതാ 33 വയസ്സ് വരെ 34 വയസ്സ് വരെയാണോ ജീവിച്ചത്? ഇവർ ആൻസർ പറയും. ഒന്ന് ചോദിക്കും. ഇവരെന്റെ സൺഡേ സ്കൂൾ മക്കളാ. എത്ര? യേശു എത്ര വയസ്സ് വരെയാ ഭൂമി ജീവിച്ചു? 33.5 വർഷം. കേട്ടോ? ചേച്ചിയുടെ സംശയമാണ്. 33.5 വർഷം. കണ്ടോ ആ ചുമന്ന മണ്ണ് പറ്റുന്നുണ്ടോ? ആ ചുമന്ന അതാണ് അവസാന ഫിനിഷിങ് ചേച്ചിയെ. ഓ ഏറ്റവും ഫൈനൽ ഏതാ? ഇതിപ്പോ ഏകദേശം അല്ലേ? നിങ്ങളിത് കണ്ടോ? ലാസ്റ്റ് കണ്ടോ? അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് വന്ന് തിളക്കം. ഈ മണ്ണ് എവിടുന്നാ കിട്ടുന്നേന്ന് അവര് ചോദിക്കുന്നേ. ഇങ്ങ് വന്നേ, മണ്ണ് കാണണേ, ഇങ്ങ് വാ. ഇത് കണ്ടോ? ഇതെന്താ ചേച്ചി എഴുതി വെച്ചിരിക്കുന്നത്? പേടിച്ച്. ഓ മണ്ണിന്റെ കണക്കാ? ഓ അങ്ങനെ കണക്കിനനുസരിച്ചാണോ? എന്താ അത് അവരുണ്ടാക്കിയതാ. നല്ല ഭംഗിയല്ലേ? ഇപ്പോൾ പ്രോസസ്സിങ് മനസ്സിലായോ? എല്ലാം മണ്ണും കൊണ്ടാ. ഇത്ര കഷ്ടപ്പെട്ടറിയാം അവരുണ്ടാക്കുന്നത്. കണ്ടോ ഈ ചട്ടിയൊക്കെ. എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പൈസക്ക് വില പേശല്ലേ. അത്ര തരാൻ പറ്റില്ല, ഇത്ര തരാൻ പറ്റില്ല. ഇത്ര കഷ്ടപ്പാടല്ലേ. അവരവിടുന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന്
എത്ര പ്രോസസ് ചെയ്ത് ആ എന്താ അപ്പൊ ഇത് ഉണങ്ങാൻ എത്ര ദിവസം കിട്ടും? ചേച്ചിയോട് ചോദിച്ചു. വെയിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 10 ദിവസം കൊണ്ടാണ്. വെയിലുണ്ടെങ്കിൽ മാസം കൊണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണോ? കണ്ടോ ഗുരുവിനെയും കൊണ്ട് പൈസ കൊടുപ്പിക്കുന്ന ശിഷ്യനെ കണ്ടോ? എന്താ നിങ്ങൾക്ക് വേണ്ടിയേ? അതൊക്കെ നമുക്കുണ്ടോ? അതൊക്കെ നമുക്കുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണോ? എന്താ വേണ്ടിയേ? ആണോ? ആ പോയി എടുത്തോ, പോയി എടുത്തോ. അവൾക്ക് കുഞ്ഞി പാത്രം വേണമെന്ന്. നിങ്ങൾക്ക് വേണ്ടത് പോയി മേടിച്ചോ. ആദ്യം എടുത്തോണ്ട് വാ. പൈസയൊന്നും ചോദിക്കാൻ പാടില്ല. ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അത് നമുക്ക് കൊടുക്കാൻ ചേച്ചിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രം പോയി എടുത്തോ. ഇത് രസല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്ട് കുഞ്ഞിപ്പാത്രം ഏതാ പറഞ്ഞേ? ഏതാ മോനെ? താഴെ വീണ് പൊട്ടിക്കല്ലേ, ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയ. അത് വിളക്കാണോ? മറ്റേ സാധനം വെക്കുന്നത് ഇതെന്നാ ചേച്ചി? മോനെ അത് വിളക്കാടാ. മോനെ പാത്രമല്ലേ വേണ്ടിയേ? പാത്രം എന്നാ ഇങ്ങതാ, ഞാൻ മോളി വെക്കാം. ഇവിടെ വെച്ചേരെ. ചേച്ചി കുഞ്ഞി പാത്രം ഉണ്ടോ ഇവർക്ക്? കുഞ്ഞി പാത്രം. അതെ, നിങ്ങളുടെ അമ്മമാർക്ക് മീൻചട്ടി വേണ? അമ്മമാര് മീൻകറി വെക്കുവോ? ഏ ആണോ? ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടോ? ചായ കുടിക്കുന്ന കപ്പുകൾ കണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു? നല്ലതുണ്ടാവും. ആ നമുക്ക് ഇന്ന് മുതൽ ഒരു സംരംഭം തുടങ്ങിയാലോ? കൊടുക്ക. ഇതെങ്ങനെ അറിയാം സംഭവം? ഇന്ന് മുതൽ പൈസ ഇടുക. ഇന്ന് എത്ര ഡേറ്റ്? എന്നാ ഒരു കാര്യം, നമുക്ക് എല്ലാവരും കൂടി ഒരു കൊടുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ എല്ലാം ഇതിനകത്ത് സ്വരൂപിച്ച് കൊണ്ടുവരിക. ഞായറാഴ്ച കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈ കിട്ടുന്നത് ഇതിനകത്ത് ഇടുക. എന്നിട്ട് ഇന്ന് എത്ര ഡേറ്റ് പറ? 8. നിക്ക് പറയുന്നേക്ക്. ചിഞ്ചുവിൻ്റെ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വെക്ക്. ഭയങ്കര വെയിൽ. ഇങ്ങോട്ട് വെക്ക്. ആ കുടുക്കയും കൊണ്ടുവന്ന ബെനിറ്റ ഇവിടെ നിൽക്കുക. ഈ കുടുക്ക നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ കുടുക്ക. ഇത് നമുക്കെല്ലാം കിട്ടുന്ന ചില്ലറ പൈസയെങ്കിൽ ചില്ലറ പൈസ, നോട്ടെങ്കിലും നമുക്കത് സൂക്ഷിച്ചിട്ട് ഇന്ന് 8-ാം തീയതി അല്ലേ, അത് 9-ാം തീയതി. 9-ാം തീയതി അടുത്ത വർഷം ഓഗസ്റ്റ് 9-ന് ഇത് പൊട്ടിക്കണം. ഇത് നിറയും. എന്നിട്ട് ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പാവപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് സഹായിക്കാം. എങ്ങനെ എങ്ങനെ നീ എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച് അഭിപ്രായം? നമുക്ക് ചെയ്യാം. ഇതാ ഹോള് കണ്ടോ? അല്ല, സൂക്ഷിക്കാൻ തുറക്കാനാണ്. പൊട്ടിക്കണ്ടാന്നോ? പൊട്ടിക്കാതെ തന്നെ വീണ്ടും ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും നമുക്ക് വാങ്ങാം കേട്ടോ. അപ്പം ഇന്ന് മുതൽ ഇത് ക്ലാസ് 5-ന്റെ കൊടുക്ക. നമുക്ക് നമ്മുടെ ചർച്ചയിൽ വെക്കാം. നമുക്ക് 100 എത്ര രൂപ ചേച്ചി ഇതിന്? 100 രൂപ. നമുക്ക് 100 രൂപ കൊടുക്കല്ലേ? ഒരു കുഴപ്പമില്ല, സിഞ്ചുവാൻറ്റി കൊടുത്തോളാം കേട്ടോ. കൊണ്ടോ നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കേ. കയ്യിലുണ്ടായിരുന്ന 30 രൂപ എന്ത് മേടിച്ചു? വരുന്ന വഴിക്ക് പപ്പടം മേടിച്ചു. ഇതാ കയ്യിലുള്ള 100 രൂപ എന്ത് മേടിക്കാൻ വെച്ചിരിക്കുക? ഫുഡ്. എന്താ
പൈസ ഉണ്ടെന്നോ? ആ സഹായിച്ചു. അങ്ങനെ ചേച്ചിയുടെ കൊടുത്തേര് കുടുക്കയുടെ പൈസ. ആ തൊടാൻ ആഗ്രഹമുള്ളവർക്ക് തൊടാം. ആർക്കാണ് തൊടാൻ ഇഷ്ടമുള്ളവർ. പക്ഷെ ഒന്നുണ്ട്, തൊടുമ്പോൾ ഇട്ടെറിഞ്ഞ് പോകരുത്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന ഇത് എങ്ങനെയാണ്. അപ്പം നിങ്ങളാ പഠിക്കേണ്ടത്. എന്ത് വേണ്ട? നിങ്ങൾക്ക് ജോനുവിന് ധൈര്യമുണ്ടോ? ഷെർവിനോ? ഇല്ല. നീയല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യശാലി? ആണോ? ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? എന്ത് വാചകടിയായിരുന്നു അവിടുന്ന് വരുമ്പോൾ. മിഷൻ ട്രിപ്പ് ചെളിയാവോ? ചെളിയായാൽ എന്താ, വേറെ ഡ്രസ്സ് ഇടാം നമുക്ക്. കൈ കഴുകിയാതി. വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ലേ? ആ കുഴപ്പമില്ല, ചെളിയാവാൻ ദേഹത്തോട്ട് ആക്കരുത്. ആ നന്നാ, നമ്മുടെ ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. ഡ്രസ്സൊന്നും വിഷയമില്ല, അതൊക്കെ ഞങ്ങൾ വേറെ തരാം. ധൈര്യമുണ്ടോ? ഇല്ല. ചേട്ടൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. ലാസ്റ്റ് ഞാൻ ചോദിക്കുന്നു, ഞാൻ 10 വരെ എണ്ണം. ആർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട്. അത് പൊട്ടിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ കൈ വെച്ച് വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ മേത്താവാൻ ദേഹത്തോടെ ആക്കണ്ടെന്നേ ഉള്ളൂ. ഞാൻ എണ്ണാൻ പോവാ. കൈ എടുക്കാൻ ഇവിടെ സൗകര്യമുണ്ട്, വെള്ളമുണ്ട്. ആ ചെല്ല് ചെല്ല്. കണ്ടോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ധൈര്യശാലി എഴുന്നേക്കാൻ പോവാണ്. ആ വാ വാ. ആദ്യം കണ്ടോ ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ടോ? ആദ്യം കൈ നനയ്ക്ക്. കണ്ടോ ബെനീറ്റ്? കണ്ടോ സപ്പോർട്ട് കണ്ടോ? ആ ആ കണ്ടോ കണ്ടോ, ഒരാൾ മുന്നേറും. പ്രോമിസ്. ആ ബെനീറ്റ കാല് വരി അവള്. ആ കണ്ടോ, ആദ്യത്തെ പ്രോസസ്സിങ് കൈ എഴുതുക. ഓക്കെ. വാ കണ്ട മക്കളെ, ഇത്രയേ ഉള്ളൂ കാര്യം. അതിനാ പേടിച്ചത്. ഇത്രയേ ഉള്ളൂ. വാ അടിപൊളി. കുഞ്ഞത് മതി. മകളുടെ കൈ കുഴപ്പമില്ല, മിടിക്കുക കേട്ടോ. ആ ധൈര്യം കാണിച്ചല്ലോ. ആ ഒരു കൈയടി കൊടുത്തേ. ആ ഇനി അവിടെ കൊണ്ട് പതുക്കെ കൊണ്ടുവെക്ക്. ആ കഥ അടുത്ത ആൾ വന്നിരിക്കുന്നു. അവള് അവികയിൽ കൊണ്ടുവെക്കട്ടെ. വെയിറ്റ് ചെയ്യേ. എവിടെ വെക്കണ്ടേ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ആ താഴെ വെച്ചോ അമ്പിളി. ആ പതുക്കെ. ആ ഇത് അടുത്ത ധൈര്യശാലി. പോയി കൈ കഴുകേ. എവിടെ കൈ കഴുകണ്ടേ? ആണ്ട പുറകിലുണ്ട്, അവിടെ പോയി. ദേഹത്താക്കാതെ പോട്ടോ. ആ വേഗം. ആ ഞാൻ ചെയ്യാൻ പോണു കഴിച്ചു. നീ അവിടെ നിൽക്കാവളും കൂടി വാ സൂപ്പർ. അവിടെ കൊണ്ടുവച്ചോ.
പറഞ്ഞ വാക്ക് പാലിച്ച 2 പേരെ കണ്ടോ, മിടുക്കികൾ. ടാറ്റ കൊടുക്ക്, പോവാന്ന് പറ. എന്നാ ശരി കേട്ടോ, താങ്ക്സ്. ചേച്ചിയോട് പറ, താങ്ക്സ് പറ. നമ്മൾ പോവാന്ന് പറ. എടേ മക്കളെ ഇങ്ങോട്ട് നോക്ക്, ചൂളയ്ക്ക് വെക്കുന്നുണ്ടോ? ഇവിടെയാണ് ചൂളയ്ക്ക് വെക്കാന്ന് പറയുന്നത്. ഇത് നമ്മൾ വേവിക്കും. തീ 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 കണ്ടോ? ഓ കിളിക്കൂട എന്തോ ഒരു ചട്ടികളല്ലേ. എന്തുവാ കൊതുകിരിയോ? ഇതെന്താടേ, ഇതെന്താ എടുത്തേ? ഇതെന്താ സാധനം? എന്തിനാ നിനക്കത്? ചെടി വെക്കാൻ. ഓക്കെ. ജോനുവിനോ? നിങ്ങൾ അവരവർക്കും ഇഷ്ടമുള്ള എടുക്ക്, വാ നമുക്ക് എടുത്തിട്ട് പൈസ കൊടുത്തിട്ട് പോവാം. ആ അവരവർക്ക് ഇഷ്ടമുള്ള എടുത്തോ. ആ അത് രസമുണ്ട്, കൊതുതിരിയൊക്കെ. ചുമ്മാ പറയാ. അപ്പച്ചൻ പറഞ്ഞു ഇതെന്തിനാ, ഇതെന്താ സാധനം ആണോ? എന്നാ ഓക്കെ, അപ്പച്ചൻ പറഞ്ഞല്ലേ, മേടിച്ചോ. എന്തുവാ വേണ്ടിയേ? ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അത് ബെനീറ്റയ്ക്ക് ഇഷ്ടപ്പെട്ട എടുത്തില്ലേ? അത് എന്താ കുഞ്ഞെ, ബെനീറ്റയ്ക്ക് ഇഷ്ടപ്പെട്ട എടുത്തില്ലേ? രണ്ടുപേരും വഴക്കുണ്ടാക്കല്ലേ. എന്തിയേ? ആ കണ്ടോ, കണ്ടെത്തി. ഓ എന്നാൽ അതുപോലത്തെ കിട്ടിയില്ല ബെനീറ്റ, അഡ്ജസ്റ്റ് ചെയ്. ഇതാരാ കണ്ടുപിടിച്ച ആള്? ആണോ? ഞാൻ പറഞ്ഞുതരാം, നിക്ക്. ഇതാദ്യം കണ്ടുപിടിച്ച ആളാരാ? അവള് കണ്ടുപിടിച്ചു, എടുത്തത് ബെനീറ്റ. ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഞാൻ ഇതിനകത്ത് ഇടപെടും, നിങ്ങളുടെ ഇഷ്ടം. കോടതിയിലൊന്നും പോകണ്ട, നമ്മൾ ക്ഷമിക്കാം. നമ്മൾ ദൈവമക്കളല്ലേ, നമ്മൾ സൺഡേ സ്കൂൾ മക്കളല്ലേ. യേശുപ്പച്ചൻ നമ്മളോട് എന്താ പറഞ്ഞ? ക്ഷമിക്കാനല്ലേ ബെനീറ്റ? ക്ഷമിക്കാനല്ല, അവക്കാൻ കൊടുത്തേര്. നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഈ പറയുന്നേ. ഒന്ന് വിട്ടുകൊടുക്ക്. ആണോ? എന്നാൽ നമുക്ക് ചേച്ചിയോട് ചോദിക്കേ. ആ ചേച്ചിയോട് ചോദിക്കുക ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടോന്ന്. ബെനീറ്റ സാരല്ല ബെനീറ്റ, നമുക്ക് നല്ലത് കിട്ടും ബെനീറ്റ. ബെനീറ്റ കണ്ടോ, തപ്പി 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 ഗൈസ്. അവൻ ബെനീറ്റ അന്വേഷിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാമോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബെനീറ്റയ്ക്ക് ഒരു കഴിവുണ്ട്, അറിയാമോ? തപ്പി തപ്പി എടുക്കുക. അവൾക്ക് നല്ലൊരു കലാവാസനയുണ്ട്. അപ്പോൾ ഇത് കൊടുത്താൽ അവിടെ ചിലപ്പോൾ അത് പൂവൊക്കെ വരയ്ക്കും. ആണോ? നിങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? ബെനീറ്റയുടെ വിഷമം തീർക്കാൻ ഒന്ന് തപ്പി കണ്ടുപിടിച്ച് കൊടുത്തേ. ബെനീറ്റയ്ക്ക് 2 പേർക്കും അങ്ങനത്തെ ഒരു കുടം വേണം. ഇനിയിപ്പോൾ നമ്മൾ പരിഹാരം വരുത്തിയിട്ടേ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അങ്ങനത്തെ അല്ലേ? ആ ചേച്ചിയോട് ഒന്ന് ചോദിക്കും, ഇങ്ങനത്തെ കുടം ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കും. ബെനീറ്റ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടോയെന്ന് ചോദിക്കട്ടോ. കപ്പ് അവര് തപ്പി തപ്പി കിട്ടി. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, 2 പേർക്ക് വേണം. അപ്പം അതിനകത്ത് ഇപ്പോൾ ചെറിയൊരു പ്രശ്നത്തിൽ നിൽക്കുക. ഒരാൾ കണ്ടെത്തി, ഒരാൾ എടുത്തു. ഇപ്പം ഞാനിപ്പോൾ ആരുടെ കൂടെ നിൽക്കുന്നുള്ളതാണ്.
മോന് വേണോ? ആ ആ ബെനീറ്റാ എന്താ ചെയ്യുന്നേ? വീട്ടിൽ പോണ്ടേ? അതില്ലെന്ന് ആ ചേച്ചി പറഞ്ഞു കേട്ടോ, അതില്ല. ആ ഇതാ ആൻഡ്രി, ഇതാ 50. ആ മോന് വേണോ? ആ എടുത്തോ, കൈ പിടിച്ചോട്ടോ. ബെനീറ്റയ്ക്ക് അത് തന്നെ വേണം. ഞാൻ കൊടുത്തോളാം പൈസ കൊടുത്തോളാം. ആൻഡ്രി അവിടെ കമത്തി വെച്ചിരിക്കുന്നേ, അതെടുത്തോ ബെനീറ്റ. നീ കണ്ടെത്തിയ സാധനം തന്നെ ഉണ്ട് ബെനീറ്റ അവിടെ. അതെടുക്കാൻ ബുദ്ധിമുട്ടാണോ? ഞാൻ എടുത്തു തരണോ? ആണോ? ആ ഉണ്ട്. നമ്മുടെ ധീര വനിത താണ്ട് പോകുന്നു. ചട്ടിയും കലം ഉണ്ടാക്കി ഇപ്പം ദേഹത്തെല്ലാം മണ്ണാക്കി ധീര വനിത. ആ ബെനീറ്റയ്ക്ക് കിട്ടിയേ, പ്രശ്നം പരിഹരിച്ചേ. ഇപ്പൊ തീർന്നില്ലേ പ്രശ്നം? ആ നിന്റെ മുഖം നോക്കട്ടെ. ഇപ്പൊ സന്തോഷായോ? ബെനീറ്റ അതുകൊണ്ട് അബിഗേലിൻ്റെ 2 എണ്ണം ഉണ്ട്, അതിൽ ഏത് വെച്ചത് നിനക്ക്? ബെനീറ്റ സന്തോഷമായി, പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു കുട്ടികളെ. ആ കഴുകിയെടുത്താൽ മതി കേട്ടോ. നീ എന്താ എന്നെ വിളിച്ചേ? ഇത് കണ്ടോ, ഒരു ടീച്ചറെ കണ്ടോ ഇത്രയും നാളും ഇപ്പൊ എന്താ നീ എന്നെ വിളിച്ച പറയേ? നീ എന്നെ വിളിച്ചേ? നീ എന്നെന്താ സിഞ്ചു മാത്യുന്നോ? എന്നെ പേര് വിളിക്കുവോ? നോക്ക്, സമയം നോക്ക്. നീ എന്നെ പേര് വിളിച്ച് സോറി പറയുന്ന സമയം. ആ 12:15. നോക്കിയേ, ഇത് 12:15 ഇതെത്രയാ? ഞാൻ തെറ്റിച്ചാ പറഞ്ഞ, നീ അത് വിശ്വസിച്ചോ? 11:45. സിഞ്ചുവിന്റെ അടിപൊളി ഫുഡ് വീട്ടിൽ കരുതിയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഗെയിം നടത്താം. ആ കിട്ടിയോ? ഓക്കെ കിട്ടിയോ? ആ ബെനീറ്റ സന്തോഷമായി ഗൈസ്. ആ അടിപൊളി കേട്ടോ, ബെനീറ്റയുടെ ഹാപ്പിയായി. ആ മഷ്റൂം എന്തോ 10 രൂപയുടെ ലൈസ്. ടീച്ചറെ പേര് വിളിക്കുന്ന കുട്ടിയാണിത്, സിഞ്ചു മാതി. ഞാൻ കേട്ടില്ല. കഴുകണതാണ്ട് അവിടെ ഉണ്ട് വെള്ളം, അവിടെ കൊണ്ട് കഴുകുക, അവിടെ ടാപ്പ് ഉണ്ടാവും. ആ ഇനി മതി, അവരവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുക. നമുക്ക് ആ ചേച്ചിയുടെ പോയി പൈസ കൊടുത്ത് നമുക്ക് പോകാം കേട്ടോ. ആ ഓടിപ്പോയി കഴുകിക്കേ, അവിടെ ഉണ്ട്. ആണ്ട് ഇതിലെ കൂടെ പോ, അവിടെ വെള്ളം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? മക്കളിങ്ങ് വന്നേ. ആണ്ട അതിലെ കൂടെ പോ, അവിടെ പോയി കഴുകിയിട്ട് കൊണ്ടുപോവാ. രാവിലെ എന്താ കഴിച്ചേ? 2 അപ്പം കഴിച്ചു. ഞാൻ ഒന്നും കഴിക്കാതെ വന്നേ. ആ ബിസ്ക്കറ്റാ, ചിപ്സാ? അവർ കഴുകിയിട്ട് വരാം. ആ അവരവർക്കുള്ള സാധനമൊക്കെ കൂട്ടി വെക്ക്. എന്നാ ഇത് അവിടെ കൊണ്ടുവച്ചേര് അബി, ഇത് അവിടെ കൊണ്ടുവെക്ക്. എല്ലാവരുടെയും ഒരുമിച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് പൈസ കൊടുക്കാം. ആ അവിടെ വെച്ചേര്. താങ്ക് യു ഡിയർ. കണ്ടോ, ടീച്ചറിൻ്റെ വായി വെച്ചിരുന്ന കുട്ടിയാട്ടോ, പേര് വിളിച്ചാൽ സ്നേഹമുള്ള കുട്ടിയാണ്. ഇത് ഗൾഫാ? ആണോ? കഴുകിയോ? ബാ സിഞ്ചു എന്നാണോ വിളിച്ചേ? സിഞ്ചു ആൻറ്റീന്ന്. ആൻറ്റി ഞാൻ കേട്ടില്ല. ആ നിങ്ങളെന്നെ സ്നേഹിച്ച് കൊല്ലുന്നുണ്ട് ഇടയ്ക്ക്. ആ അതെ, ഷെർവിന് മാത്രമേ ഉള്ളൂ. ആ കഴുകിയോ? എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ആ ചേച്ചിക്ക് പൈസ കൊടുത്തിട്ട് പോവാം.
യോ വീടല്ലേ. ബെനീറ്റ വാ, കഴുകിയോ? എടി അവൾക്ക് കൊടുക്കും ബിസ്ക്കറ്റ്. ഇതാ കണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ, കലയുള്ള കുഞ്ഞുങ്ങൾ കണ്ടോ, നല്ല അടിപൊളി. ഇതെന്താ പോട്ടോ? നീ കണ്ടോണം, ബെനീറ്റ ഇത് സൂപ്പറാക്കാൻ പോവുക. ചിത്രം വരച്ചിട്ട് കാണിക്കണേ, അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണേ. നിങ്ങൾ വാങ്ങിയ സാധനങ്ങളെല്ലാം അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ആർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ കൊണ്ടുവരണം കേട്ടോ. ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കണം, ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസൈൻ. ഇവിടുന്ന് വാങ്ങിയ സാധനം, ഇവിടുന്ന് നമ്മൾ വാങ്ങിയ സാധനത്തിന് നിങ്ങൾ എന്തൊക്കെ അത് ചെയ്തു എന്ന് അടുത്ത സൺഡേ ക്ലാസ്സിൽ കൊണ്ടുവരണം കേട്ടോ. എന്നാണോ നിങ്ങൾ കൊണ്ടുവന്ന് ചെയ്തേ? ആരാണ് നന്നായി കലയുള്ള കുട്ടികൾ ഇന്ന് ഞാൻ നോക്കട്ടെ. ആണോ? നീ മിടിക്കുകയാണല്ലോ. നിന്റെ മമ്മി ഭയങ്കര കലാകാരിയല്ലേ? അമ്മക്ക് എന്താ വലുതായിട്ട് അറിയത്തില്ലല്ലേ, പക്ഷെ അമ്മക്ക് പെയിന്റ് കൊണ്ട് ചെയ്യാൻ അറിയാം. ആണോ? പക്ഷെ നിന്റെ അമ്മയെ കണ്ടാൽ നല്ലൊരു കലാകാരിയാന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി വാ, വരൂ. ഒരു മിഷൻ ട്രിപ്പിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ചവിട്ടി വാ ബെനീറ്റ. ആ ചവിട്ടി വാ. അത് കുഴപ്പമില്ല. അങ്ങനെ 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 അങ്ങനെ. ആർ യു ഹാപ്പി? എന്നാ പിടിച്ചോ. ബാ, നമുക്ക് ആ ചേച്ചിയുടെ കൊണ്ടുപോയി എല്ലാവരും എടുത്ത സാധനം എടുത്തേ. എല്ലാവരും അവനവൻ്റെ സാധനം കയ്യിലെടുത്ത് എൻ്റെ ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാം. എന്നിട്ട് ചേച്ചിയോട് ചോദിക്കുക ഇതിന് മൊത്തം എത്ര രൂപയായും ചോദിക്കുക. ചെല്ലേ, എല്ലാവരെയും കൊണ്ട് സാധനം കൊടുക്കും. ആ, പൈസ കയ്യിലില്ലാത്തവരുടെ സിഞ്ചോൻ്റെ കൊടുക്കാം കേട്ടോ. ചേച്ചി ഇവിടെ കുറേ തപ്പി എന്തൊക്കെയോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ചേച്ചി ഇതിന് എത്ര രൂപയാന്നുള്ളത് പറയാം. കുറച്ച് ഇവർ കഴുകിയിട്ടുണ്ട്. കണ്ടോ, അടപ്പുണ്ടാകുമ്പോൾ പൈസ കൂടും. മോളുടെ കയ്യിലുള്ളതിന് എത്രയാ? എത്ര? ഇത് 100 അടപ്പടക്കം. ബെനീറ്റയുടേന് 100, ഷെർവിൻ്റെന് എത്രയാ? 100. അപ്പം എത്രയായി? 300. ജോനുവിൻ്റെന് 70, മൊത്തം 370 അല്ലേ? ഓക്കെ, എന്നാൽ ചേച്ചിയുടെ കൊടുത്തേരാ. ആ ചേച്ചി, ജോനുവിന് അടപ്പ് വേണ്ടെന്ന്. വേണ്ട, 50. അപ്പം 350. ഏ 500 ചില്ലറ ഇല്ലേ? അത് നമ്മൾ കൊടുക്കേണ്ട പൈസ കൊടുത്തു, 100 രൂപ. ഒരു കാര്യം ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാമോ ചേച്ചി? ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം കേട്ടോ. ആ ഓക്കെ. അപ്പോൾ എല്ലാവരും സാധനം എടുത്തോ? ചേച്ചിയോട് ചാറ്റ പറയാം, താങ്ക് യു പറ. ചേട്ടനോടും എല്ലാവരോടും പറ. ആ ഓക്കെ. ഞങ്ങൾ പോകുന്നു. ആ, അത് ബെനീറ്റയുടെ ഇഷ്ടം. ഇഷ്ടപ്പെട്ടോ നമ്മുടെ മിഷൻ ട്രിപ്പ്? അടുത്ത പ്രാവശ്യം നമുക്ക് വേറൊരു സ്ഥലത്ത് പോകണല്ലേ? സസ്പെൻസ് അല്ലേ, പറയണ്ടല്ലോ. ഒരു കുഞ്ഞ് മിഷൻ ട്രിപ്പൊക്കെ കഴിഞ്ഞതാ, മക്കളൊക്കെ വന്ന് കുടുക്ക വാങ്ങി. പിന്നെ എന്തൊക്കെ വാങ്ങിയ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? സൂപ്പറായിരുന്നു. മാർവലസ്. ജോനോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ ബൈബിളില് താങ്ക് യു ബൈബിളിൽ ഇത് എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്നറിയാം? യെശയ്യാവിലാണോ ഇത് പറഞ്ഞിരിക്കുന്നത്?
ഇരമ്യാവില് ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സ്കൂളിൽ എടുത്ത് വായിപ്പിച്ചില്ലായിരുന്നോ? ഇരമ്യാ പ്രവാചകനോട് പറഞ്ഞു, നീ എവിടേക്ക് പോകാനാ പറഞ്ഞേ? കുശവൻ്റെ ആലയിലേക്ക് പോകാൻ പറഞ്ഞു. ആലയിലേക്ക് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ കുശവൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടില്ലേ എന്തൊക്കെ ചെയ്യുന്ന കണ്ടേ? ആദ്യത്തെ പ്രോസസ്സിങ് എന്തായിരുന്നു? ജാതിക്കാത്തോട്ടോ? ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറ. ഞാൻ ഇനി ചോദ്യം ചോദിക്കണം, ഞാൻ നിങ്ങളുടെ ടീച്ചറാണല്ലോ. ആദ്യം എന്ത് പ്രോസസ്സിങ്ങാ പറഞ്ഞേ? കല്ലും പൊടിക്കുന്നു. രണ്ടാമത്തെ പ്രോസസ്സിങ് എന്താ? എന്ത്? ജോനു ആണ് ഇപ്പൊ സ്കോർ അടിച്ചിരിക്കുന്നത്. പറ. കറക്റ്റ്. മെഷീനിൽ ഇങ്ങനെ ആ ചേട്ടൻ ഉണ്ടാക്കിയ കണ്ടില്ലേ? മൂന്നാമത്തെ ഇങ്ങനെ എന്തോ ബാഗ് വെക്കാം. മൂന്നാമത്തെ ഇങ്ങനെ ഷേപ്പ് ആക്കിയില്ലേ? നാലാമത്തെ പ്രോസസ്സിങ് എന്താ? നാലാമത്തെ പ്രോസസ്സിങ് ചുമന്ന മണ്ണില്ലേ? ചുമന്ന മണ്ണ് വെക്കുമ്പം അത് നല്ലൊരു അടിപൊളിയാവൂല്ലേ? ജോനു പറ. എന്ത്? എത്ര പോയിന്റ് ഒന്നോ? ജോനുവിന് ഇപ്പൊ 6 പോയിന്റ് കിട്ടി കേട്ടോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുന്ന ജോനു ആണ്. ഞാൻ ചോദിച്ചതിനെല്ലാം ആൻസർ പറഞ്ഞ ജോനു. മിഷൻ ട്രിപ്പിന് കഴിക്കാനായിട്ട് വന്ന ഒരാളെ കണ്ടോ? ലാസ്റ്റ് ചുമന്ന മണ്ണ് വരട്ടെന്ന് പറഞ്ഞു അല്ലേ? ചുമന്ന മണ്ണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ചൂളയ്ക്ക് വെക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. അവിടെ ചൂളയ്ക്ക് വെക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നോ? ചൂളയ്ക്ക് വെക്കുന്ന അവിടെ നമ്മൾ കണ്ടില്ലേ? അതിങ്ങനെ വേവിക്കും. മനസ്സിലായോ? എന്ത് വെള്ളം വേണോ മക്കളെ? നീ നടന്നോ, നമ്മുടെ വണ്ടി അവിടെ കിടക്കണം. വണ്ടി ലക്ഷ്യമാക്കി പോയിക്കോളൂ. ഇന്നത്തെ മിഷൻ ട്രിപ്പ് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. സിഞ്ചു ആന്റീന്റെ വീട്ടിലേക്ക് പോയി. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടിയത്? ബിരിയാണി, റോസ്റ്റ്. ജോനുവിന് എന്താ വേണ്ടിയേ? എന്തായാലും മതി. എനിക്കും ഇവർക്കാണ് മതി. കാണിച്ചു കൊടുത്തേ. മന്തി റോസ്റ്റ് ഹെൽത്തിന് നല്ലതാന്ന് പറഞ്ഞാൽ തിരുമുഖം 5ാം ക്ലാസ്സിലെ വിശുദ്ധ ഇന്ന് മുതൽ നമ്മൾ വിശുദ്ധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ തീരെ വലിയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ഹോട്ടലിലാണ് പോലും. ഞായറാഴ്ച പറസ്സേന്ന് ഇറങ്ങാൻ നേരമല്ല. ചേച്ചിയുടെ വണ്ടി ഭയങ്കര റേസിംഗ് കാറാണ്. സിഞ്ചു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ പേര് വിളിക്കുന്നുണ്ടോ? സംശയമാണോ കുട്ടികളെ? ടീച്ചർമാരെ സിഞ്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി വിളി. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ പേരാ വിളിക്കുന്നത്. നിന്നെ ഞാനുണ്ടല്ലോ കണ്ടോ? ഇല്ല കിട്ടി. നമുക്ക് മയിലിനെ കിട്ടി. കണ്ടോ? മയിലിനെ കണ്ടോ? കിട്ടി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ മയിലിനെ. ഇത് ഏത് മയിലാ? ഇത് പെൺമയില്. ആൺമയിലാണെങ്കിൽ വാലുണ്ടാവൂലേ? നമുക്ക് അങ്ങനെ അവസാനം പെൺമയിലിനെ കിട്ടി. എന്ത് കിട്ടി? കാണാൻ കിട്ടി. ഓക്കെ, പോലെ നമ്മളിപ്പോ തന്നെ 2 അപ്പോൾ നമ്മളങ്ങനെ പെൺമയിലിനൊക്കെ കണ്ടില്ലേ സിഞ്ചു ചേച്ചി? അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എവിടെ? സിഞ്ചു ചേച്ചിയുടെ വീട്ടിൽ. ചേച്ചിയുടെ വീടിന്റെ അടയാളം എന്താണ്? ബൈബിൾ ബാക്കി എഴുതിയിട്ടുണ്ടല്ലേ മതിലേല്. ഞാൻ ചേച്ചി പള്ളിയായിരിക്കുന്നു. നമ്മള് കണ്ടോ? ഇത് വായിക്കാൻ അറിയോ? ഇതൊന്ന് വായിച്ചേ. ഇത് വായിച്ചേ. മലയാളികളല്ലേ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടോ എന്ത് പ്രയോജനം? അന്നതാണ്ട് ആദ്യം ബൈബിളില് ആ മതിലേല് കർത്താവായ യേശു വിശ്വസിക്കുക
എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരാള് പോയി ഗേറ്റ് തുറന്നേ. അമ്പിളി പോയി അബിഗേല് പോയി ഗേറ്റ് തുറക്കും. അബിഗേൽ സുമോദ് നമ്മളുടെ വീട് ചെയ്യണോ? പാട്ടുണ്ടോ? എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു അടിച്ചോക്കട്ടെ. എന്താ പോണോ? എവിടെയാ? അല്ല അതിന് ചിക്കൻ കഴിച്ചാ പോരാ, ചോറ് കഴിക്കണം. ഞാൻ ചോറ് തന്നെ കഴിക്കണം. ഗൈസ് നമ്മളുടെ ഓട്ടോമാറ്റിക് ഇത് തുറന്നിട്ടുണ്ട്. വീട്ടുപേരെന്താ? മേക്കലിങ്ങോട്ട് വീട്ടുപേര് കാണണോ? അതാ അവിടെ ഇരിക്കുന്നു. കണ്ടോ? ഇതാ എടുത്താ സിഞ്ചു ആന്റിന്റെ വീട് കണ്ടോ? വീട്ടുപേരുണ്ട്. ഇനി സിഞ്ചു ആന്റി MT മാത്യു, സിഞ്ചു ആന്റിന്റെ പപ്പയുടെ പേര്. കേറിയല്ലേ നമുക്ക്? നമ്മളങ്ങനെ കേറുന്നു ഗൈസ്. ഫുൾ ഫോം എന്താ? ഈസി അല്ലേ MTയുടെ ഫുൾ ഫോം എന്താ? ഇതാണ് നമ്മളുടെ സിന്ധു ചേച്ചിയുടെ വീട്. സൂപ്പർ വീടാണ്. കുഞ്ഞായിരുന്നു പോയിട്ടുണ്ട്. താറാവൊക്കെ ഉള്ളത്. ആ വെള്ള താറാവ്. ഞാൻ വീടിന്റെ ഉള്ളിൽ പോയിട്ടില്ല. സിന്ധു ചേച്ചിയുടെ അമ്മ അതേ നിൽക്കുന്നു ഗൈസ്. സിഞ്ചു ചേച്ചിന്റെ മമ്മിയെ കണ്ടോ? മമ്മി. സിഞ്ചു ചേച്ചിന്റെ വീട് കണ്ടോ? സിഞ്ചു ചേച്ചി ആടുന്ന ഊഞ്ഞാല് കണ്ടോ കുട്ടികളെ? സിന്ധു ചേച്ചി ആടുന്ന ഊഞ്ഞാൽ മുഴുവൻ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഇറങ്ങല്ലേ? ഇറങ്ങുന്ന എല്ലാവരും കൂടി ഇറങ്ങുന്ന എടുക്കാം ഒരുമിച്ച്. ഊഞ്ഞാലെ കേറി കണ്ടോ? ബെനീറ്റ കേറി. ബാബാ എല്ലാരും വാ, ചോറ് കഴിക്കാം. ആ വേഗം ആടിയിട്ട് വാ. അവരവരെടുത്ത സാധനങ്ങളൊക്കെ മേടിച്ച സാധനം എല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉദ്ഘാടനം ചെയ്താലോ? നമ്മുടെ പൈസ ഇട്ടാലോ? ആണ്ട് അബിഗേലിൻ്റെ ഉണ്ട് പൈസ. എല്ലാരും വാ, ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ പോവാ. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിട്ടിതാ അടുത്ത യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യുദ്ധത്തിൽ തയ്യാറാകുന്നത്? എന്തൊക്കെയാണ് പറയൂ. ആ ചോറ്, പപ്പടം, ചിക്കൻ, ഉരുളക്കിഴങ്ങ് കറി. ഉരുളക്കിഴങ്ങ് കറി അല്ലടി അത്. ചിക്കനാണോ ഇഷ്ടം? മൊത്തം കഴിച്ചാലേ അടുത്ത യുദ്ധത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആ വൃത്തിക്ക് ആകെ കഴിക്കുന്ന കുട്ടി ഇതേ ഉള്ളൂന്നാ പറയുന്നത്. ഞാൻ നോക്കട്ടെ ആരൊക്കെ വൃത്തിക്ക് കഴിക്കുന്നവരെന്ന്. അതായത് ഒരു ചോറ് പോലും ബാലൻസ് വെക്കാൻ പാടില്ല. ഓക്കെ, തന്ന കൂട്ടാനെല്ലാം കഴിക്കണം. ഒറ്റ തരി പോലും. എല്ലാം കഴിച്ചു കഴിയുന്നവർക്ക് ഇപ്പം തന്നെ ഞാനൊരു സൂത്രം തരും. പേനയൊന്നുമല്ല, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താന്നുള്ളത്. പഴമൊന്നുമല്ല, നല്ല തൂത്തുവാരി കഴിക്കണം. ഇതാണ്ട് ഈ ചിക്കനൊക്കെ ശരിക്കും കഴിച്ചേ. ലാസ്റ്റ് വെച്ചിരിക്കുകയാണോ ചിക്കന്? പപ്പടം വേണോ? പപ്പടം വേണ്ടിയവർക്ക് എന്നാ പപ്പടം ഉണ്ട്. എല്ല് വേണ്ട. മക്കൾക്ക് പപ്പടം വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ. വേണോ? എന്നാ മോനെ എന്നാ അപ്പച്ചനോ? അപ്പച്ചൻ അങ്ങാടിക്ക് പോയി. ആണ്ട് കിടക്കുന്നോ? പപ്പടത്തോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും? ഷെർവിൻ, ഡു യു വാണ്ട് പപ്പടം? ഷെർവിൻ വായിൽ ചോറായി കൊണ്ട് മിണ്ടാൻ വയ്യ. ഷെർവിൻ കണ്ടോ ഗുസ്തിക്കാരെ പോലെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി അടുത്ത യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. അവിടെ ഊഞ്ഞാല് കളിക്കാനും മറ്റു പല പല അഭ്യാസം റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ കഴിപ്പ് കണ്ടോ? അതെ. എന്താ മോനെ? വെള്ളം ഇതാ കുഞ്ഞിൻ്റെ വെള്ളം അവിടെ വെച്ചിരിക്കുന്നത്. ഈ ജോലി നീ ഇത്ര വിനയവും താഴ്മയൊക്കെ ഉള്ളവനായ എന്ത് ചെയ്യും? എന്താ എന്താ ആ പാവാടി, പാവല്ലേ ജോലിക്കിട്ട്? എന്ത് പാവാടി ജോലി? പാവ. അവൻ ചോദിക്കുന്ന കേട്ടോ, സിഞ്ചു ആൻറ്റി വെള്ളം വേണം. നിങ്ങളായിരുന്നെങ്കിലോ ഇപ്പോൾ
സിഞ്ചു വെള്ളം. അതെ, എന്ത് കളിക്കത്തെ നിങ്ങള് കളിക്കത്തെ ആണോ? അത് പിന്നെ മനസ്സിലാവുമ്പോ അങ്ങനല്ലേ ജോനു? പാവണ്ടടാ. തൂത്തുവാരി കഴിച്ച ഫസ്റ്റ് അടിക്കാൻ ഇതാ ബെനീറ്റ് ഏതാ കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. തീറ്റ മത്സരത്തിൽ ബെനീറ്റ ഫസ്റ്റ് അടിച്ചോണ്ടിരിക്കും. ആണോ ബെനീറ്റ? എന്ത് പറയുന്നു അതിന് മറുപടി? ഷെർവിൻ പറയുന്നു തീറ്റ മത്സരമാണ്. ബെനീറ്റയ്ക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളത്? ഷെർവിൻ പറയുന്നു തീറ്റ മത്സരമായിരുന്നു. അവൻ നല്ല ആരോഗ്യമുള്ള കുഞ്ഞാ, കണ്ടില്ലേ കുസ്തിക്കാരനെ പോലെ നിൽക്കണേ. അങ്ങനെ ഈ യുദ്ധത്തിൽ കഴിഞ്ഞു. ജയിച്ചിരിക്കുന്നത് ആരാണ് ഞാൻ നോക്കട്ടെ. ഷെർവിൻ്റെ പ്ലേറ്റ് കണ്ടോ? നല്ല വൃത്തിയുള്ള പ്ലേറ്റ്. ഷെർവിന് ഇഷ്ടമുള്ളത് എടുക്കാം. ഇഷ്ടമുള്ളത് എടുത്തോ. എടുത്തോ നീയാ ഫസ്റ്റ് അടിച്ചെടുത്തോ. എത്ര വേണമെങ്കിൽ എടുത്തോ. ഇനി ബാക്കിയുള്ളവർക്ക് എടുക്കാം. തരാം തരാം. ഇനിയും പോയി കൈ കഴുകി കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് ബാക്കി തരാം. ഇതാ ഇട്ടൂലി കളിക്കാൻ പോവാണ്. ഇതാണ് സേഫ്റ്റി പിൻ. ഞാനിവിടെ മുറ്റത്തിടും ആദ്യം. ഇത് കണ്ടുപിടിക്കുന്ന ആദ്യം ആരാണോ കണ്ടുപിടിക്കുന്നത് അവർ പിന്നീട് ഇടണം. ഓക്കെ, ഞാനിപ്പോൾ തുടക്കം ഇടാൻ പോവാ. ഓക്കെ, തിരിഞ്ഞു നിന്നോളൂ, കള്ളത്തരം പാടില്ല. അപ്പം നിങ്ങൾ എൻ്റെ കൊണ്ട് തരുമ്പോൾ മറ്റുള്ളവർ തൊടാതെ കൊണ്ടു തരണം. തൊട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല. തിരിഞ്ഞേക്ക് കള്ളത്തരം പാടില്ല. തിരിഞ്ഞേക്ക്, ഞാനിവിടെ ഇടും. ഇട്ടൂലി. കണ്ണിന് കാഴ്ചയുള്ളവരൊക്കെ കണ്ടുപിടിച്ചോളൂ. ചൂടുണ്ട്. ഉരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സേഫ്റ്റി പിന്നെ മണ്ണിൻ്റെ അടിയിലാവും. കാലുകൊണ്ട് ഉരയ്ക്കാതെ നിങ്ങൾ കണ്ടുപിടിക്കുക. ചൂടും തണുപ്പ് ഞാൻ പറയത്തില്ല. ഷെർവിന് കണ്ടുപിടിച്ചു. ആ ഓക്കെ, യു ആർ വിന്നർ. ഓക്കെ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 37, 38, 80.
വേഗം പിടിച്ചോ. പൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? ഇല്ലേ? പക്ഷെ അതിനൊരു കട്ടിയില്ലായിരുന്നു. ഞാനൊരു ദിവസം കയറിയപ്പോ തന്നെ പൊട്ടിക്കായിരുന്നു. തലയൊക്കെ പൊട്ടി. ഷെർവി നോക്കിയേ, വിറക് വരെ പോയി തപ്പ അവരെ. ഇനി ആരെയാ കണ്ടുപിടിക്കണ്ടേ? മിനയാ. ലാസ്റ്റ് മൊമെന്റ്. അവിടെ തന്നെ വർത്താനം കേൾക്കുന്നുണ്ട്. എവിടെയായിരുന്നു കുട്ടി? പാകിസ്ഥാനികൾ ഒളിച്ചിരുന്ന പോലെ എവിടെയായിരുന്നു ഒളിച്ചിരുന്നത്? എവിടെ? കോഴി മുട്ടയിടുന്നിടത്തോ? ആണോ? പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. ഒളിച്ച സ്ഥലം. യെസ്, ജോനു 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 ജോനു. അല്ല, കണ്ടുപിടിച്ചവർ ഇവിടെ വന്നേ. എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന പരിപാടി പാടില്ല. ഇവിടെ വാ അബിഗേൽ, ഇവിടെ വരിക. സാറ്റ് കളിയിൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അല്ലേ ബെനീറ്റ? അവിടെ മിനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും വരുന്നുണ്ടോ ഇല്ലേന്ന്. കുടിക്കോ, ഓടി വാ. അവനെ ഷർവിനെ പാവുണ്ട് അവളടിച്ചു. ഷർവിനെ, നീ വീട് ചുറ്റും ആണ്ട്രാ വരുന്നു. ആണ്ട്രീ, അപ്പൊ ഇന്ന് ഈ പ്രാവശ്യം സാറ്റ് കളിയിൽ ആരൊക്കെ സാറ്റ് അടിച്ചു? മിനയ, നെരിയ, ജോനു. അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയ നമ്മുടെ കുടുക്ക ഉദ്ഘാടനം ചെയ്യാം. ഓക്കെ, ഇത് ഒത്തിരി പേർക്ക് പ്രയോജനമാവട്ടെ അല്ലേ? ഇത് നിറയുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടവരിൽ നമുക്ക് ഏൽപ്പിക്കാം കേട്ടോ. അടുത്ത വർഷം ഓഗസ്റ്റ് മാസം 9-ാം തീയതി കുടുക്ക പൊട്ടിക്കുന്നതായിരിക്കും. അമ്മച്ചിക്ക് ടാറ്റു എടുത്തോ? പോസ് ചെയ്തേ. അപ്പൊ ഞങ്ങള് പോവാണ് അല്ലേ? നമ്മള് എവിടുന്നാണ് പോണത്? സിഞ്ചു ആന്റിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കണ്ടോ. ഞങ്ങൾ പോവാണ്. ഇനിയും എന്റെ ഉത്തരവാദിത്തമാണ്. രാവിലെ ആദ്യം നമ്മൾ ആരുടെ വീട്ടിലാ പോയി എടുത്തത്? ആദ്യം നമ്മൾ ഷെർവിനെ അല്ലേ പോയെ? ആ, അബിഗേലിനെ അല്ലേ? പിന്നെ ഷെർവിനെ, പിന്നെ ബെനീറ്റ, പിന്നെ മിനയ, നെരിയ, ജോനു. ഇപ്പൊ നമ്മള്
അപ്പം നമ്മൾ ഫസ്റ്റ് ഷെർവിനെ കൊണ്ടുവിടാൻ പോവാണ്. ഷെർവിന് ട്യൂഷന് പോകണം അല്ലേ? നേരത്തെ പോണത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? സൂപ്പർ. അപ്പൊ ഷെർവിനെ ബൈ. നാളെ സൺഡേ ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ. ബൈ ബൈ. പാവുണ്ട്. പിന്നെ ടാറ്റ. ഓക്കെ പോലെ. അങ്ങനെ ഞങ്ങൾ ഷെർവിനെ കൊണ്ടുവിട്ട് പോവുകയാണ്. അടുത്തത് നമ്മൾ ആരെയാണ് കൊണ്ടുവിടാൻ പോകുന്നത്? ബിനോയിനെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവുകയാണ്. കണ്ടോ അടിപൊളി പാലം കണ്ടോ? വടക്കുംപാടം പാലം, കുതിരപ്പുഴ. ഇവിടെ സിഞ്ചു ആൻറ്റി സ്നാനപ്പെട്ടത്. അതിന് കോസ് ചെയ്തു. ഇനി ബെനീറ്റ. അങ്ങനെ നമ്മള് ബെനീറ്റയുടെ വീടെത്തി. ബെനീറ്റ പാസ്നേജിലാണ് താമസിക്കുന്നത്. നമ്മുടെ പാസ്റ്ററെ മകളാണ്, നമ്മുടെ മുത്താണ്, നമ്മുടെ സ്വത്താണ്. ഇതാ ചർച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതാ നമ്മുടെ ചർച്ച് എല്ലാവർക്കും കാണാത്തവർക്ക് കാണിച്ചു തരാം. ബെനീറ്റ താമസിക്കുന്നത്. അതെ, ഞങ്ങളുടെ ചർച്ച് അടിപൊളി ചർച്ചാണ്. കണ്ടോ, ഞങ്ങളുടെ ബെനീറ്റ കുഞ്ഞ് പോവാണ്. ചൊപ്പ് മാറ്റും. ഓക്കെ ബെനീറ്റ ബൈ. ബെനീറ്റേന്റെ വീട്ടുകാരെ കണ്ടിട്ട് മാത്രം നമുക്ക് പോകാം. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയു തന്നിച്ചയും. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയു തന്നിച്ചയും. വക്കൊടിഞ്ഞാലും
വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. വക്കൊടിഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമാ. സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തായ് മറന്നാലും മറക്കില്ല ഞാനിൻ നോദിയ ദൈവമൻ കൂടെയുണ്ട്. തായ് മറന്നാലും മറക്കില്ല ഞാനിൻ നോദിയ ദൈവമൻ കൂടെയുണ്ട്. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമാണ്. സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. ഇതാണ് ഞങ്ങളുടെ വീടല്ല, ഇതാണ് ഞങ്ങളുടെ എമിലി ചേച്ചിയുടെ വീട്. ഇനി ഞങ്ങളുടെ കുറെ എല്ലാം ദൈവം സഹായിച്ചു നല്ല അടിപൊളി വീടുകൾ. സിഞ്ചുവാനിന്റെ വീടോ? അത് സൂപ്പർ, അത് പൊളി വീടാ. സിഞ്ചുവാനിന്റെ വീട് നിങ്ങളുടെ വീട് പോലെ കൊട്ടാരം വീടൊന്നും അല്ല. കൊട്ടാരമൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളെ കൊട്ടാരമൊന്നും. സിഞ്ചുവാനിന്റെ വീട് ഓടിട്ട വീട്. എനിക്ക് കൊട്ടാരമുള്ള വീട്, കൊട്ടാര വീടാകുമ്പോ ഒറ്റയ്ക്കാവുന്നൊരു ഫീലാ. ആണോ? പക്ഷെ കുഞ്ഞു വീടാകുമ്പോ എല്ലാരും ഒരു കുഞ്ഞു വീട്ടിൽ എല്ലാരും കൂടി ഒരുമിച്ച്. എനിക്ക് ലൈക്ക് അങ്ങനത്തെ. ഇതാണ് ഞങ്ങളുടെ എന്റെ അപ്പച്ചന്റെ പപ്പയുടെ അനിയന്റെ വീട്. പക്ഷെ ഇപ്പൊ ഞങ്ങള് ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ നമ്മളുടെ ഇവിടെ ഉള്ളതില് ഏറ്റവും അടിപൊളി വീട് ഇതാണ്. ഞാൻ മുഴുവൻ കാണിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട്. മടത്ത് മണ്ണിൽ. അപ്പൊ നമ്മളിനി പോകുന്നത് ആരുടെ വീട്ടിലോട്ടാണ്? മിനിയും നിറയുടെ വീട്ടിലോട്ടാണ്. നിങ്ങള് കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ നേരത്തെ പോസ് ചെയ്ത പറയാതില്ല, കട്ടായിപ്പോയി. തറവാടും ഉണ്ട്, ഞങ്ങള് സ്വയം വീടുണ്ട്. ഒരു അടിപൊളി 2 നില വീടുണ്ട്. 2 നിലയൊന്നുമല്ല, പിന്നെ ഒറ്റ നിലയുള്ളൂ. ഒറ്റ നില വീടാണോ നിങ്ങളുടെ വീട്? നിങ്ങളുടെ വീട് 2 നിലയല്ലേ? ഒരു നിലയില്ല. പഴയ വീടല്ലേ ഗൈസ്. അവിടുന്ന് ആദ്യം കാണുന്ന വീട് അത് കാണത്തില്ല. നമ്മുടെ എട്ടക്കുട്ടികളുടെ വീട് കാണിച്ചു. ആ ഒരു ഇതും തറവാട്. ഇത് ഞങ്ങളുടെ തറവാട്. തറവാടല്ല, തറവാട്. എല്ലാരും വീടിനാ തറവാട് എന്ന് പറയുന്നത്. നിങ്ങളുടെ പപ്പായും മമ്മിയും അല്ല നിങ്ങളുടെ ഉപ്പാപ്പി പാരന്റ്സിന്റെ വീടായത്. അതിനെ തറവാട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാനാണ് ക്യാമറ വ്ളോഗർ. ഞങ്ങളെ ഇവരെ വീട്ടിൽ കൊണ്ടുവിടട്ടെ. കൊണ്ടുവിടാനോ? മര്യാദ ഞങ്ങളെ വീട് കണ്ടേ. ഇവരിതുവരെ ഞങ്ങളെ വീട് കണ്ടിട്ടില്ല ഗൈസ്. ഉള്ളി മേലത്തെ വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ പിടിക്കാം. ബാക്കി എല്ലാരും പോയി.
ഇനി അബിഗേൽ മാത്രമുണ്ട്. ഇനി അബിഗേലിനെ വീട്ടിൽ വിടാൻ പോവാണ്. ഇനിയും വഴികളുണ്ട് ഗൈസ്. ഇനിയും ഓക്കെ ബൈ. അങ്ങനെ അബിഗേലും പോയി. സത്യത്തിൽ ഒരുപാട് വിഷമമുണ്ട് അല്ലേ. ഈ കാറ് നിറച്ച് മക്കളായിരുന്നു. എല്ലാവരെയും അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഇന്നത്തെ യാത്ര എനിക്ക് മറക്കാനാവാത്തൊരു യാത്രയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ കലം ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചപ്പം സത്യത്തിൽ നമ്മൾ എത്രമാത്രം ആ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയുള്ളൂ അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അവരുടെ മനസ്സിലെ ഒന്നാമത് പരീക്ഷ, ഇപ്പോഴും പഠിത്തം, ഈ സ്ട്രെയിനുകളൊക്കെ ഒന്ന് മാറിക്കിട്ടും അവർക്ക്. അപ്പം എന്താ പറയുക, എല്ലാവരെയും കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമായി. ഞാനും വീട്ടിലെത്തി. ചെറിയൊരു വിഷമമുണ്ട് അവരെ വിട്ടപ്പോൾ. അവരും സങ്കടപ്പെട്ടാണ് പിരിഞ്ഞത്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഒരുപക്ഷെ എൻ്റെ സൺഡേ സ്കൂള് എൻ്റെ ക്ലാസ് ഒരു വെറൈറ്റി ആയിട്ടാണ് നടത്തുന്നത്. എൻ്റെ ക്ലാസ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ മക്കളെ എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്ന രീതികൾ ഒക്കെ. അതുകൊണ്ടാണ് അവരെന്നോട് ഇത്രയും ക്ലോസ് ആവുന്നത്, നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതുകൊണ്ട്. കാരണം ഒരു ഉറുമ്പിനെ പിടിക്കണമെങ്കിൽ ഉറുമ്പിനെ പോലെ ആവണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിച്ചെടുക്കണേ, അവരെ നേടണമെങ്കിൽ, അവരിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ അവരെ പോലെ ആയാലേ പറ്റുള്ളൂ. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവേൻ. അവരെ നമ്മൾ തടയരുത്. നമ്മൾ തടയാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കിലേക്ക് നിഷ്കളങ്കരായ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ വരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുശവൻ്റെ ആലയിൽ പോയതുപോലെ ദൈവം നമ്മളെ മെനഞ്ഞ് നല്ല സ്വഭാവമുള്ള ഈ ഭൂമിയിൽ നല്ലൊരു ജീവിതം നയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.